തീർച്ചയായും അഭിജിത നല്ല റിപ്പോർട്ടായിരുന്നു. ആ രക്ഷിതാക്കളുടെ അധ്യാപകരുടെയും ഞങ്ങൾ ആ ടെൻഷനും അവരുടെ ആ ഫ്രിക്ഷനും ആ മൈൻഡും ഒക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കലാമേളയിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്, ഈ സ്പോർട്സ് ഫാൻ സ്പിരിറ്റിലെ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ മേളയുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, ഈ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത്. ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് മാത്രം പറയുന്നു. ന്യൂസ് അറ്റ് നൈറ്റ് ജനങ്ങളുടെ ഇടയിൽ നിന്നും തുടരുകയാണ്. അടുത്ത വാർത്ത ഇങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. കാരണം കലാമിൻ്റെ പ്രതിമ എല്ലാവരും കണ്ടിട്ടുണ്ടോ? പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെത്തുന്ന ആളുകൾക്ക് കലാമിൻ്റെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടാവും. ആ പ്രതിമയുടെ പിന്നാമ്പുറ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഒരു പ്രതിനിധി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് 1992 ബാച്ച് SSLC കൂട്ടായ്മ. 2017 ഡിസംബറിൽ രൂപം കൊണ്ട ഈ കൂട്ടായ്മ ഈ 6 വർഷം പിന്നിട്ട് 7ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ കൂടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ, രോഗികളും നിരാലംബരും നിരാശ്രയരുമായ പല സഹപാഠികളെയും ചേർത്ത് നിർത്താനും അവരെ ഞങ്ങളാൽ ചെയ്യാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് കൂടെ ചേർത്ത് നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നത് പിന്നിട്ട വഴികളിലേക്ക് നോക്കുമ്പോൾ ചാരിതാർത്ഥ്യം നിറഞ്ഞതാണ് ഞങ്ങളുടെ പൂർവ്വകാലങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും നൽകി. അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാമെന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങൾക്ക് സ്കൂളിൻ്റെ കവാടത്തിൽ ഒരു മഹാനായ വ്യക്തിയുടെ സ്റ്റാച്യു സ്ഥാപിക്കണം എന്ന ചിന്ത വരികയും അത് ആരെ സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഈ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം സാർ ആ സ്റ്റാച്യുവിന് ജീവൻ നൽകുവാൻ വേണ്ടി ഞങ്ങൾക്ക് ഏത് ശില്പിയെ ലഭിക്കുമെന്ന് ആലോചിച്ചിരിക്കെ ഏറ്റവും അനുയോജ്യനായ ഒരു ശില്പിയെ ഞങ്ങൾക്ക് കണ്ടെത്തുകയും സത്യൻ നീലിമ സാറ് ഞങ്ങളുടെ ആ സ്വപ്നത്തിന് സാഫല്യമേകാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹിക മേഖലകളിലും എല്ലാം പ്രവർത്തനങ്ങളും നൽകിക്കൊണ്ട് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ 92 ബാച്ച് എന്നും തങ്കലിപികളാൽ എഴുതിച്ചേർക്കപ്പെട്ട എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. തുടർന്ന് അങ്ങോട്ടും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതേപോലെ ആവേശത്തോടു കൂടി ഞങ്ങൾ ഉണ്ടാവും. അതിന് ഞങ്ങളെ കൂടെ സഹകരിക്കുന്ന ഞങ്ങളെ സഹപാഠികളായ പ്രവാസികളായ സുഹൃത്തുക്കളും മറ്റെല്ലാവരോടും ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയും കടപ്പാടുമുണ്ട്. ഈ ശില്പം ഇത്ര മനോഹരമായി നിർമ്മിച്ചു തന്ന നമ്മുടെ സത്യൻ നീലിമ സാർ ഈ വർഷത്തെ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് എന്നത് ഞങ്ങൾക്ക് ഏറെ തിളക്കം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. ഏകദേശം ഒരു 2 വർഷം മുമ്പിട്ടാണ് ഈ SSC 92 ബാച്ചിൻ്റെ സംഘാടകർ എന്നോടായിട്ട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ് അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്ചു ചെയ്യണമെന്നുള്ളത്. അപ്പം അവർ എനിക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ് അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്ചു. കാരണം കുട്ടികളുടെ സ്വപ്നത്തെ പറ്റിയും കുട്ടികളെ പറ്റിയും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ഈ ശില്പനിർമ്മാണം ഏറ്റെടുത്തത്. ഏകദേശം 6 മാസത്തോളം അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിമെൻറ്റ്, കമ്പി, മെറ്റൽ ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് എന്നെ തേടിയെത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്കൂളുകളിലൊക്കെ ഞാൻ ചെയ്ത വർക്ക് മുൻനിർത്തിക്കൊണ്ടായിരിക്കാം. കാരണം 136ഓളം ഗാന്ധി ചിത്രങ്ങൾ സർക്കാർ ഓഫീസുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും കുട്ടികൾ വെല്ലുവിളിയായിരിക്കുന്ന ഈ മയക്കുമരുന്നും ലഹരിക്കുമെതിരെയുള്ള ഒരു ഹോം സിനിമ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എല്ലാ സ്ഥാപനങ്ങളിലും കവലകളിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ കൊറോണ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒട്ടനവധി സ്റ്റാച്യു ഒക്കെ ചെയ്ത് അതിൻ്റെ സാമ്പത്തികം ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പം സർക്കാർ എന്നെ ഒരു സംസ്ഥാന അധ്യാപകനായി അല്ലെങ്കിൽ ഒരു മാതൃകാ അധ്യാപകനായി കണ്ടത് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളെ ഏറെ സ്നേഹിച്ച, ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാന്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇതിലും മികച്ചൊരു ഇടമില്ല. ക്യാമറാമാൻ ജോൺസൺ K. ജോർജിനൊപ്പം അഭിജിത തിരുവല്ലത്ത്, കോഴിക്കോട് വിഷൻ. തീർച്ചയായും അഭിജിത നല്ല റിപ്പോർട്ട്.